ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്. അങ്ങനെ ഇത് എൻ്റെ 2024 ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. ബൈ ബൈ പറഞ്ഞ് 2025 നമ്മളെ വിട്ടു പോയി. ഇനി 2026 കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാം, സ്വപ്നങ്ങൾ കാണാം, ഒരുപാട് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ 2026 ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ദുബായിൽ ഇന്ന് കാലത്ത് വിളക്കിക്കും വെച്ച് നല്ലൊരു ദിവസം എഴുന്നേറ്റ് കേട്ടോ. തലേദിവസം തന്നെ നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ രാത്രി നമ്മളുടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുർജ് ഖലീഫയുടെ ചെറിയൊരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട് രാത്രി 12 മണിക്ക് ന്യൂ ഇയർ സെലിബ്രേഷൻ ബുർജ് ഖലീഫയിലത് കണ്ടു കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോണ്ടോ ഞങ്ങളുടെ റൂമിൻ്റെ താഴെ റോഡിലേക്ക് നിറച്ച ആൾക്കാർ വന്ന് നിൽക്കുമായിരുന്നു. കാരണം നമ്മളുടെ ഫ്ലാറ്റിൽ നിന്ന് ഡയറക്റ്റ് ഒരു വ്യൂ ഉണ്ട് ബുർജ് ഖലീഫയ്ക്കായിട്ടാണ്, നല്ല ക്ലിയറായി കാണാം. അപ്പോൾ എനിക്ക് പക്ഷേ ഫോട്ടോ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. താഴേക്ക് ആൾക്കാർ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയും കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങി. എഴുന്നേറ്റ് കാലത്ത് വന്നപ്പോൾ വിളക്കേക്കും വെച്ച് നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്നത്തെ ജനുവരി 1-ന് 2 പ്രത്യേകതകളുണ്ട് കേട്ടോ. സ്വതവേ ജനുവരി 1-ന് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ജനുവരി 1 നമ്മൾ ഡേറ്റാണ് നോക്കാറ് കേട്ടോ. അപ്പോൾ ജനുവരി 1 ആലോചിക്കുമ്പോൾ എനിക്ക് ന്യൂ ഇയറും ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ആദ്യം ഓർമ്മ വരാം. അതുമാത്രമല്ല, ഇന്ന് ചേട്ടൻ്റെ പിറന്നാളും കൂടി വന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അങ്ങനെല്ലാം കൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ കാലത്ത് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടായില്ല. നമുക്ക് പ്രിയപ്പെട്ടവരേക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെയും തിരിച്ച് വിഷസ് അയച്ചു, ഫോൺ വിളിച്ച് സംസാരിച്ചു. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. നാമയ്ക്കും ചൊല്ലി വന്നപ്പോൾ ഞാൻ നമ്മുടെ കലണ്ടറിൻ്റെ കാര്യം ഓർമ്മ വന്നു കേട്ടോ. എൻ്റെ കയ്യിൽ 2025 കലണ്ടർ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് പുതിയ കലണ്ടർ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കല്യാൺ ജ്വല്ലറിയിൽ നിന്ന് ഒരു കലണ്ടർ കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുതിയ കലണ്ടർ ഇടാണ്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഞാൻ 2026 കലണ്ടർ ഓപ്പൺ ചെയ്ത് ഞാൻ അവിടെ നമ്മളുടെ പഴയ കലണ്ടർ മാറ്റിയിട്ട് പുതിയ കലണ്ടർ ഇട്ടു കേട്ടോ. ഈ ഒരു 12 മാസങ്ങളുണ്ടല്ലോ, നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത 12 മാസങ്ങളാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെയായിരുന്നു. ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ലൈഫിൽ കടന്നു വരും. എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. എല്ലാം കൊണ്ട് സുഖം സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. അതാണ് ജീവിതം. അപ്പോൾ നമുക്ക് കിട്ടിയ ചെറിയ സന്തോഷമാണെങ്കിലും അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. ഇന്നത്തെ ദിവസം നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്, അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. ദുഃഖമാണെങ്കിൽ ദൈവത്തിനോട് അതിനെ തരണം ചെയ്യാനുള്ള ശേഷി അതിന് ഒരുപാട് നന്ദി ഉണ്ടെന്ന് നമ്മൾ പറയുക. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ, അയ്യോ എനിക്കിങ്ങനെ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ദൈവം നമ്മുടെ ബാക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെ നിന്നാണ് ദൈവം നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുള്ളതെന്ന്. അതിന് ദൈവത്തിനോട് നന്ദി പറയുക. പിന്നെ എന്താണ്, പുതിയ ദിവസമായിട്ട് ഞാൻ പഴയ ബെഡ്ഷീറ്റേക്ക് മാറ്റി പുതിയ ബെഡ്ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലീനിങ് എനിക്ക് ഇന്നലെ രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലല്ല, ഇന്നലെ ഓഫീസിൽ നിന്ന് നേരത്തെ തന്നെ വന്നു. ഇവിടെ ഈ ദുബായിൽ റോഡ് ഷോയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 4 മണിയാകുമ്പോഴേക്കും എല്ലാ റോഡും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ കിട്ടാൻ നേരം വൈകിയല്ലോ, നേരത്തെ പിന്നെ കിട്ടില്ല, ഒരു 4 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഇന്നലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട്, അപ്പോൾ ഒരു പുതിയ ഡേ നല്ലൊരു തുടക്കത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് അധികം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. ബെഡ്ഷീറ്റേക്ക് മാറ്റി മൊത്തത്തിൽ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു. ഫാമിലിയായിട്ട് സമാധാനത്തിൽ ന്യൂ ഇയർ ആഘോഷിച്ചു കേട്ടോ. പിന്നെ പുറമേക്ക് പോയി തന്നെ ഉണ്ണികളേക്കും കൊണ്ട് പിന്നെ ആ ട്രാഫിക്കിൽ വെടിക്കെട്ടേക്കും കഴിഞ്ഞ് പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമുക്ക് നിന്ന് ശ്വാസം എടുക്കാൻ പറ്റില്ല. അതേസമയം നമുക്ക് ടി വിയിൽ ലൈവായിട്ട് നമുക്ക് കാണാനും പറ്റും. പക്ഷേ മറ്റേ നമുക്കൊരു തവണയ്ക്ക് പോയി അത് ആസ്വദിക്കാനുള്ളത് ഉണ്ട് കേട്ടോ. നമുക്ക് ദുബായിൽ താമസിച്ചിട്ട് അതൊന്നും കാണാതിരിക്കാന്ന് വെച്ചാൽ ഒരു മിസ്സിങ് ആണ്. പക്ഷേ ഈ വർഷം നമുക്ക് എന്തായാലും അതും പറ്റില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം എല്ലാം കൊണ്ടും റെഡിയായി വരാണെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ന്യൂ ഇയർ സെലിബ്രേഷനിലേക്കും പോകാമെന്ന് വിചാരിക്കുന്നു അടുത്ത വർഷം. ഓക്കെ, അപ്പോൾ ഈ വർഷം വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഇന്ന് ചില പിറന്നാളായതുകൊണ്ട് തന്നെ ചെറിയൊരു പായസമൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാൽപ്പായസം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് സേമിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അത്ര മതി കേട്ടോ. അധികം നമ്മൾ നാളേക്കൊന്നും എടുത്ത് വെക്കില്ല, അപ്പോൾ കുറച്ച് മതി. അപ്പോൾ അതുപോലെ തന്നെ അത് കുറച്ച് സേമിയ ഉണ്ടായിരുന്നു. ഞാനത് ഫ്രൈ പാനിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ നാട്ടിലമ്മ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടൻ്റെ പേരിൽ പുഷ്പാഞ്ജലിക്കും ചെയ്യാൻ പിറന്നാളായതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പിറന്നാളായിട്ട് പായസമാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. പായസം വയ്ക്കാമെന്ന് പറഞ്ഞപ്പോഴേ പായസം എപ്പോഴാണ് വയ്ക്കാമെന്ന് പിന്നാലെ അടക്കായിരുന്നു കേട്ടോ. 2 ഉണ്ണികളും കുഞ്ഞുപ്പാറാണെങ്കിലും കുഞ്ഞാറ്റാണെങ്കിലും
ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് സാമ്പാറും കയ്പ്പയ്ക്ക തോരനും ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. പിന്നെ ഒരു പായസം കൂടി ആയപ്പോൾ ചെറിയൊരു സദ്യയുമായി. ടി വിയിൽ നല്ല പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഉണ്ണികളും ഞാനും ഇവിടെ ഡാൻസ് കളിക്കണം. മഴക്കുള്ള ദിവസം അങ്ങനെയാണ്, കാലത്ത് സ്റ്റാർട്ട് ചെയ്യണതേ നല്ല പാട്ട് വെച്ചിട്ടുണ്ടാവും. രാത്രി കിടക്കണ വരെ പാട്ടോ അല്ലെങ്കിൽ എന്തോ സിനിമ എന്തെങ്കിലും നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് അന്നത്തെ ദിവസത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഈ പാട്ട് വെച്ചിട്ടായിരിക്കും കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പായസത്തിന് കാവലായിട്ട് കുഞ്ഞാറ്റാണ് നിൽക്കുന്നത്, ആളാണ് ഇളക്കിക്കൊണ്ടിരിക്കണതൊക്കെ ഉണ്ട്. അതേ ചേട്ടൻ കുളിക്കും കഴിഞ്ഞ് വന്നു, പിറന്നാൾ കുട്ടി കുളിക്കും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നല്ല വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടു. പിന്നെ പായസം റെഡിയായി, ഇതേ ഉണ്ണികൾ രണ്ടാളും കുടിച്ചു, ഞാനും ചേട്ടനും കുടിച്ചു. അടിപൊളി പായസമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ന്യൂ ഇയറും പിറന്നാളിൻ്റെയും വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു ദിവസം, നല്ലൊരു വർഷം നേരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ. താങ്ക്